അസ്സലാമു അലൈക്കും. മരണത്തിന് ശേഷവും ഒരു മുസ്ലിമായ വ്യക്തിക്ക് എങ്ങനെ നന്മകൾ സമ്പാദിക്കാമെന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ഇതിലാദ്യമായിട്ട് നിങ്ങൾ ഖുർആൻ്റെ ഒരു കോപ്പി ആർക്കെങ്കിലും വിതരണം ചെയ്യുക, ഒന്നോ അതിലധികമോ വിതരണം ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓരോ തവണ അവർ വായിക്കുമ്പോഴും നിങ്ങൾക്ക് നന്മകൾ എഴുതപ്പെടും. രണ്ടാമതായി നിങ്ങൾ ഒരു വീൽ ചെയർ ഹോസ്പിറ്റലിലേക്ക് സംഭാവന ചെയ്യുക. വീൽ ചെയറോ മെഡിക്കൽ ഉപകരണങ്ങളോ സംഭാവന ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഒരു രോഗി അവിടേക്ക് വന്നാൽ ആ രോഗിയിൽ നിന്നുള്ള എല്ലാ നന്മകളും നമുക്ക് ലഭിക്കും. പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതും കൂടി കണ്ടു നോക്കുക. മൂന്നാമതായി നിങ്ങൾക്കൊരു മസ്ജിദ് പണിത് കൊടുക്കാം. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഒരു മസ്ജിദ് പണിത് കൊടുത്താൽ മസ്ജിദ് നിലനിൽക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് നന്മയാണ്. അവിടെ ഓരോ റക്അത്തിനും നിങ്ങൾക്ക് നന്മയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വാട്ടർ കൂളർ പബ്ലിക് പ്ലേസിൽ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. വാട്ടർ കൂളർ വെച്ച് കൊടുക്കുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ അതും നിങ്ങൾക്ക് നന്മയാണ്, വെള്ളം നിങ്ങൾക്ക് നന്മയാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു മരം വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു മരം വെച്ചാൽ അതിൽ പക്ഷികൾ ഭക്ഷണം കഴിക്കുമ്പോൾ, മൃഗങ്ങൾ കൂടുകൂട്ടുമ്പോൾ എല്ലാം നിങ്ങൾക്ക് നന്മയാണ്. പോരാത്തതിന് അതിൻ്റെ വിത്തുകളിൽ നിന്ന് മുളക്കുന്ന മരങ്ങൾ, അതിൻ്റെ തലമുറകൾ ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് നന്മയാണ്. മരം നശിക്കുന്നത് വരെ നിങ്ങൾക്ക് നന്മയാണ്. ഇനി അഞ്ചാമതായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്യൽ ഒരു നന്മയാണ്. ഇത് കണ്ടിട്ട് ഒരാൾ ഇതുപോലെ ചെയ്താൽ അതും നിങ്ങൾക്ക് നന്മയാണ്. എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് നന്മകളാണ് വരാനുള്ളത്. ഇതിലേറ്റവും ബെസ്റ്റ് നന്മ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ആ മരം വെച്ച് കൊടുക്കലാണ്, പിന്നെ ആ വീൽ ചെയർ വെച്ച് കൊടുക്കലാണ്. എല്ലാം നന്മയാണ്. മസ്ജിദ് പണിത് കൊടുക്കാൻ സാധിക്കാത്തവർ മസ്ജിദിനൊരു കല്ലെങ്കിലും സംഭാവന ചെയ്യുക. വാട്ടർ കൂളർ നേരിട്ട് വെച്ച് കൊടുക്കാൻ പറ്റാത്തവർ 10 പേർ ചേർന്നൊരു വാട്ടർ കൂളർ വെക്കാനുള്ള പിരിവ് തുടങ്ങുക. ഈ മെസ്സേജ് ഒരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർ അത് 10 പേർക്ക് ഷെയർ ചെയ്യും. 10ൽ നിന്ന് 100,000 ഷെയർ ചെയ്യും. ആദ്യത്തെ ഷെയർ ആരുടേതാണോ അവൻ്റെ ഷെയർ വളരെയധികം ഉയർന്നു നിൽക്കും. അതുപോലെ തന്നെ ഖുർആൻ അറിയാത്തവർക്ക് വായിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. ഇതുപോലുള്ള ഒരുപാട് നന്മകൾ ചെയ്യുക. എല്ലാവർക്കും നന്ദി. വീണ്ടും കണ്ടുവിട്ടും വരെ മഅസ്സലാമ.